നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് ഫ്രണ്ട്ലി അഡ്സോർപ്ഷൻ ഐസോട്ടോം ആയിരുന്നു. ഫ്രണ്ട്ലി അഡ്സോർപ്ഷൻ ഐസോട്ടോം ഈസ് ആപ്ലിക്കബിൾ ഫോർ ഗേഷ്യസ് അഡ്സോർബേറ്റുകളാണ്. ഗ്യാസുകളായിരിക്കണം എന്ത് ചെയ്യുന്നത്, അഡ്സോർബേറ്റ് എന്നവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡ്സോർപ്ഷൻ ഫ്രം സൊല്യൂഷൻ ഫേസാണ്. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സൊല്യൂഷനിൽ എന്തൊക്കെ ഉണ്ടാവും, ഒരു സൊല്യൂട്ട് ഉണ്ടാവും, ഒരു സോൾവെൻ്റ് ഉണ്ടാവും. ഈ സൊല്യൂഷനിലെ സൊല്യൂട്ട് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യപ്പെടുന്ന കേസുകളുണ്ട്. ആ കേസുകളിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഓക്കെ, അങ്ങനത്തെ 3 കേസുകൾ NCERT ടെക്സ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തതാണ് അസറ്റിക് ആസിഡ് ഇൻ വാട്ടർ ആൻഡ് ചാർക്കോൾ. അപ്പോൾ അസറ്റിക് ആസിഡിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാം, വാട്ടറിൽ അസറ്റിക് ആസിഡ് ഒഴിച്ച് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാം. അത് ലിക്വിഡ് സൊല്യൂഷനാണ്. ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ആരാണ് അവിടെ സോൾവെൻ്റ് വരുന്നത്, വാട്ടറാണ്. സൊല്യൂട്ട് ആരാ വരിക, അസറ്റിക് ആസിഡാണ്. ഈ സൊല്യൂഷനിലേക്ക് നിങ്ങൾ കുറച്ച് ചാർക്കോൾ ആഡ് ചെയ്യാം. ചാർക്കോൾ ആഡ് ചെയ്ത് ഷേക്ക് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ആ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ അസറ്റിക് ആസിഡിൻ്റെ എമൗണ്ട് സൊല്യൂഷനിൽ കുറയുന്നു. എവിടെ പോയി അസറ്റിക് ആസിഡ്? ഈ അസറ്റിക് ആസിഡ് എന്ത് ചെയ്യും, ഇറ്റ് ഗെറ്റ് അബ്സോർബ്ഡ് ഓൺ ചാർക്കോൾ. ചാർക്കോളിൽ അബ്സോർബ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതൊരു സൊല്യൂട്ടിൻ്റെ അബ്സോർപ്ഷനാണ് അവിടെ കാണുന്നത്. മറ്റൊരു എക്സാമ്പിളാണ് ലിറ്റ്മസ് സൊല്യൂഷൻ്റെ. ലിറ്റ്മസ് പേപ്പർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ലിറ്റ്മസ് പേപ്പർ കളർ നമ്മൾ അറിയാൻ വേണ്ടി ലിറ്റ്മസ് പേപ്പറും ഇതുപോലെ ചാർക്കോളുമായിട്ട് ഷേക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ കളർ കാണിയല്ല, കളർ ഡീകളറൈസ് ചെയ്തായിട്ട് കാണാം. അവിടെ എന്ത് ചെയ്യും, സൊല്യൂട്ട് ഗെറ്റ് അബ്സോർബ്ഡ് ഓൺ ചാർക്കോൾ. ഇനി നമുക്ക് ലാബിൽ നമ്മൾ ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് പറഞ്ഞേക്കുന്നത് മഗ്നീഷ്യം ഗ്രൂപ്പ് 6 കാറ്റയോൺ ആണ് മഗ്നീഷ്യം. മഗ്നീഷ്യത്തിൻ്റെ കൺഫർമേറ്ററിയിലുള്ളതാണ് മാഗ്നസൻ റിയേജൻറ്റ് ടെസ്റ്റ് വരുന്നത്. മാഗ്നസൻ റിയേജൻറ്റ് ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, ട്രിപ്പിൾ ഓഫ് സോൾട്ട് സൊല്യൂഷൻ, സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് മാഗ്നസൻ റിയേജൻറ്റ് ഈസ് ആഡഡ്. അപ്പോൾ എന്ത് കിട്ടും, യു വിൽ ഗെറ്റ് സ്കൈ ബ്ലൂ കളേർഡ് പ്രസിപ്പിറ്റേറ്റ്. ശരിക്കും അവിടെ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ മഗ്നീഷ്യത്തിലോട്ട് എണ്ണയൊഴിച്ച് ആഡ് ചെയ്യുമ്പോൾ മഗ്നീഷ്യം ഗെറ്റ് പ്രസിപ്പിറ്റേറ്റഡ് ആസ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. അതൊരു വൈറ്റ് കളേർഡായിട്ടുള്ള പ്രസിപ്പിറ്റേറ്റ് ആണ്. ആ പ്രസിപ്പിറ്റേറ്റിൽ മാഗ്നസൻ റിയേജൻറ്റിൻ്റെ കളർ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെയാണ് എന്ത് സംഭവിക്കുക, മാഗ്നസൻ റിയേജൻറ്റിൻ്റെ കളർ അബ്സോർബ് ചെയ്യുമ്പോഴാണ് സ്കൈ ബ്ലൂ കളർ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് മാറുന്നത്. ഇതെല്ലാം എന്തിനുള്ള എക്സാമ്പിളാണ്, അബ്സോർപ്ഷൻ ഫ്രം സൊല്യൂഷൻ ഫേസ് ആണ്. സൊല്യൂഷൻ ഫേസിലെ സൊല്യൂട്ടാണ് അബ്സോർബ് ചെയ്യപ്പെടുക. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ജനറൽ ആയിട്ടുള്ള ഒബ്സർവേഷൻസ് നമ്മളൊന്ന് നോക്കുവാണ്. സൊല്യൂഷൻ ഫേസിലെ അബ്സോർപ്ഷൻ്റെ ഒബ്സർവേഷൻ. അബ്സോർപ്ഷൻ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അബ്സോർപ്ഷൻ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യുവാണ് ചെയ്യുക. എപ്പോൾ, ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ. അബ്സോർപ്ഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ. സർഫസ് ഏരിയ കൂട്ടിക്കഴിഞ്ഞാൽ അബ്സോർപ്ഷൻ കൂടും. അബ്സോർപ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട്. Absorption depends on nature of adsorbent and adsorbate. 4 ഒബ്സർവേഷനാണ് പറഞ്ഞേക്കുന്നത്. ഒന്ന് ആ പ്രൊപ്പോർഷണാലിറ്റി പറയുന്നത്, എപ്പോഴും നമ്മൾ ഫിസിക്സ് ഓപ്ഷനിലും കെമിക്സ് ഓപ്ഷനിലും ഒക്കെ പറഞ്ഞ കാര്യം തന്നെയാണ്. അബ്സോർപ്ഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ, എല്ലായിടത്തും ഒരേപോലെ. ഇവിടെ ടെമ്പറേച്ചറിൻ്റെ കാര്യം പറയുക, അബ്സോർപ്ഷൻ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഇനി അബ്സോർപ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട്. അത് ഇതുവരെ പറയാത്ത കാര്യമാണ്. അബ്സോർപ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട്. അബ്സോർപ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് അബ്സോർബൻസ് ആൻഡ് അബ്സോർബേറ്റ്. ഈ 4 ഒബ്സർവേഷൻസ് കണ്ടു. ഇനി ഫ്രെഡ്ലിച്ച് ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫ്രെഡ്ലിച്ച് ഇക്വേഷൻ ഗേഷ്യസ് സ്റ്റേറ്റിലാണ് അവിടെ പറഞ്ഞത്. എന്തായിരുന്നു അന്നേരത്തെ ഇക്വേഷൻ, x/m ഈസ് ഈക്വൽ ടു k ഇൻറ്റു p റേസ് ടു 1/n എന്നാണ്. അതേ ഇക്വേഷനെ നമ്മൾ സൊല്യൂഷൻ ഫേസിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുവാണ്. ദി ഇക്വേഷൻ ബിക്കംസ് x/m ഈസ് ഈക്വൽ ടു k c റേസ് ടു 1/n. ഒരു ടേം മാറിപ്പോയല്ലോ. പിക്ക് പകരം എന്നാ ഉപയോഗിച്ചേക്കുന്നത്, c ആണ്. What is C? C is equilibrium concentration. Reaction complete ചെയ്തതിനു ശേഷമുള്ള കോൺസെൻട്രേഷൻ, ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ആണ് അവിടെ C എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലോഗരിതം അപ്ലൈ ചെയ്യാം. ലോഗരിതം അപ്ലൈ ചെയ്യുമ്പോൾ ഇക്വേഷൻ എന്താവും, log x/n is equal to log k plus 1/n log c. ഒന്നും വ്യത്യാസമില്ല, പിക്ക് വരെ എണ്ണ എഴുതുന്നു, C എഴുതുന്നു. C is equilibrium concentration. ബാക്കി ടേംസ് എല്ലാം അവിടെ പഠിച്ചു തന്നെയാണ്.
അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഗേഷ്യസ് സ്റ്റേറ്റിനാണെങ്കിൽ പി വെച്ചിട്ട് ഫ്രണ്ട്ലി ഇക്വേഷൻ എഴുതുക. സൊല്യൂഷൻസിന് വേണ്ടിയിട്ടാണെങ്കിൽ എന്ത് ചെയ്യുക, സി വെച്ചിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാനായിട്ട്. ഈ ഇക്വേഷൻ പ്ലോട്ട് ചെയ്താലും ഈ ലോഗരിതത്തിൻ്റെ ഇക്വേഷൻ പ്ലോട്ട് ചെയ്താലും യു വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈൻ തന്നെ നമുക്ക് കിട്ടും. ഇനി ഈ സ്ട്രെയിറ്റ് ലൈനിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ് ലാസ്റ്റ് പാരഗ്രാഫിൽ NCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് കോൺസെൻട്രേഷൻ ഓഫ് അസറ്റിക് ആസിഡ് എടുക്കുകയാണ്. ഇപ്പോൾ അസറ്റിക് ആസിഡിൻ്റെ ഒരു 1 നോർമൽ, 2 നോർമൽ, 3 നോർമൽ, 4 നോർമൽ അങ്ങനെ സൊല്യൂഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചു. എന്നിട്ട് ഒരു 4 ഫ്ലാസ്കുകൾ എടുക്കുകയാണ്. 4 ഫ്ലാസ്കിലും ഒരു 2 ഗ്രാം ചാർക്കോൾ ആഡ് ചെയ്ത് വെച്ചു. ഈക്വൽ വോളിയം ഓഫ് അബ്സോർബൻ്റാണ്. ചാർക്കോൾ 2 ഗ്രാം ആഡ് ചെയ്ത് വെച്ചു. ഈ 4 ഫ്ലാസ്കിലേക്കും ഒരു 2 ml പ്രിപ്പേർഡ് അസിറ്റിക് ആസിഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുകയാണ്. ഡിഫറെൻറ്റ് കോൺസെൻട്രേഷനാണ്, പക്ഷേ വോളിയം എന്താണ്, 2 ml ആണ്. 2 ml ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ അബ്സോർപ്ഷൻ റേറ്റ് നോക്കി ഇതുപോലെ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ. എക്സ്പെരിമെൻ്റ് ഒന്നോടെ വേണമെങ്കിൽ പറയാം. എന്താണ് ചെയ്യുന്നത്, പല കോൺസെൻട്രേഷനിലുള്ള അസിറ്റിക് ആസിഡ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തു. 1 നോർമൽ, 2 നോർമൽ, 3 നോർമൽ, 4 നോർമൽ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, 4 ടെസ്റ്റ് ട്യൂബുകൾ എടുത്തിട്ട് 2 ഗ്രാം ചാർക്കോൾ എടുത്ത് വെച്ചു. ഇനി അതിലോട്ട് 2 ml എന്ത് ആഡ് ചെയ്യുവാണ് നമ്മൾ, അസിറ്റിക് ആസിഡ് സൊല്യൂഷൻ. ഡിഫറെൻറ്റ് 1 നോർമൽ എന്ത് ചെയ്യും, 2 ഗ്രാം 2 ml ആഡ് ചെയ്യും. 2 നോർമലും 2 ml ആഡ് ചെയ്യും. 3 നോർമലും 2 ml ആഡ് ചെയ്യും. 4 നോർമലും 2 ml ആഡ് ചെയ്യും. അന്നേരം എന്ത് ചെയ്യും, ഈ ഗ്രാഫ് നമ്മൾ അതിൻ്റെ വാല്യൂസ് അബ്സോർപ്ഷൻ റേറ്റ് നോക്കി കഴിഞ്ഞാൽ ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫിന് സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുക കേട്ടോ. ഇനി നമുക്ക് ചോദിക്കാത്ത ക്വസ്റ്റ്യൻ ഫ്രണ്ട്ലി അബ്സോർപ്ഷൻ ഐസോതെർമൽ ഇക്വേഷൻ ഫോർ സൊല്യൂഷൻ ഫേസ് ആണ്. ഈ എക്സാമ്പിൾ നമ്മൾ നോക്കി പോകുക കേട്ടോ. അത്രയേ ഉള്ളൂ. ഒബ്സർവേഷനുകൾ ഒന്ന് നോക്കാം. നെക്സ്റ്റ് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും 4 പഠിച്ചു വെക്കണം. ആപ്ലിക്കേഷൻസ് ഓഫ് അബ്സോർപ്ഷൻ. അബ്സോർപ്ഷൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള ആപ്ലിക്കേഷൻസ് എന്താണ്, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ പ്രൊഡക്ഷൻ ഓഫ് ഹൈ വാട്ടർ. അപ്പോൾ നമ്മളൊരു വാക്വം പമ്പ് ഉപയോഗിച്ച് ഒരു പർട്ടിക്കുലർ വെസൽ ഇവാക്യുവേറ്റ് ചെയ്ത് വെച്ചെന്ന് വിചാരിക്കാം. അപ്പം എന്നാലും അതിലുണ്ടാവും ട്രേസസ് ഓഫ് ഗ്യാസ് ഉണ്ടാവും. എത്ര നമ്മൾ വാക്വം പമ്പ് വെച്ച് ഇവാക്യുവേറ്റ് ചെയ്താൽ കുറച്ചെങ്കിലും എന്തുണ്ടാവും, ഗ്യാസ് ഉണ്ടാവാം. കുറച്ചെങ്കിലും ഗ്യാസ് ഉണ്ടാവും. ആ ഗ്യാസിനെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് എന്തുപയോഗിക്കാം, ചാർക്കോൾ ഉപയോഗിച്ചാൽ. ചാർക്കോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിമൈനിങ് ഗ്യാസസും എന്ത് ചെയ്യും, ഇതിലോട്ട് അബ്സോർബ് ചെയ്ത് പോയിക്കോളും. ചാർക്കോളിലോട്ട് അബ്സോർബ് ചെയ്ത് പോയിക്കോളും. അപ്പോൾ ഹൈ വോക്കം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് എന്തുപയോഗിക്കാം, ചാർക്കോൾ ഉപയോഗിക്കാം. ഇറ്റ്സ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് അബ്സോർപ്ഷൻ. നെക്സ്റ്റ് ഗ്യാസ് മാസ്കുകളാണ്. ഗ്യാസ് മാസ്ക് നമ്മൾ ഉപയോഗിക്കുന്നത് മൈൻസിലാണ്, കോൾ മൈൻസിലൊക്കെ. അവർ കുഴിച്ച് കുഴിച്ച് താഴോട്ട് വരുന്നതോറും എന്ത് സംഭവിക്കും, പോയിസണസ് ആയിട്ടുള്ള ഗ്യാസുകളുണ്ടാവും. അപ്പോൾ ആ താഴോട്ട് പോകുന്ന ആൾക്കാർ ഗ്യാസ് മാസ്കുകൾ ഉപയോഗിക്കും. ഗ്യാസ് മാസ്കിൽ ചാർക്കോൾ ഉണ്ടാവും, ഡിഫറെൻറ്റ് അബ്സോർബൻസും ഉണ്ടാവും. ഈ ചാർക്കോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പോയിസണസ് ആയിട്ടുള്ള ഗ്യാസുകളെല്ലാം അബ്സോർബ് ചെയ്യും. അപ്പോൾ നമുക്ക് അതിൻ്റെ ദോഷമൊന്നും ഉണ്ടാവില്ല. പോയിസണസ് ഗ്യാസുകളെല്ലാം എവിടെ അബ്സോർബ് ചെയ്യും, ചാർക്കോളിൽ അബ്സോർബ് ചെയ്യും. അപ്പോൾ ഗ്യാസ് മാസ്കുകളിൽ എന്താണ് ഉപയോഗിക്കുന്നത്, അബ്സോർപ്ഷനാണ് ഉപയോഗിക്കുക. ഇനി കൺട്രോൾ ഓഫ് ഹ്യൂമിഡിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞേക്കുന്ന എക്സാമ്പിളാണ്. എന്നാ, സിലിക്ക ജെല്ല്, ലെതറിൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൽ ചെറിയൊരു പാക്കറ്റിൽ ചെറിയ പാക്കറ്റ് പൊടികൾ പോലത്തെ ഒരു സാധനം ഉണ്ടായിരിക്കും. എന്നാ, സിലിക്ക ജെല്ലാന്ന് പറയുന്നത്. സിലിക്ക ജെല്ലും അലുമിന ജെല്ലിലും എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ മോയ്സ്ചർ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അവരെന്തിനു വേണ്ടി ഉപയോഗിക്കാം, കൺട്രോൾ ഓഫ് ഹ്യൂമിഡിറ്റി. മൂന്നാമത്തെ ആപ്ലിക്കേഷനാണ് കൺട്രോൾ ഓഫ് ഹ്യൂമിഡിറ്റി. ഒന്നാമത്തെ എന്തായിരുന്നു, റിഡക്ഷൻ ഓഫ് ഹൈ വോക്കം. 2 ഗ്യാസ് മാസ്ക്. 3 റിഡക്ഷൻ കൺട്രോൾ ഓഫ് ഹ്യൂമിഡിറ്റി. ഇനി 4ാമത്തത് റിമൂവൽ ഓഫ് കളറിംഗ് മാറ്റർ ഫ്രം സൊല്യൂഷൻ. അതും നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അനിമൽ ചാർക്കോൾ ഈസ് പാസ്ഡ് ത്രൂ ഏതാ, ഷുഗർ കെയിൻ സൊല്യൂഷൻ. പഞ്ചസാര ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന യെല്ലോയിഷ് വൈറ്റ് ആയിട്ടുള്ള ആ പഞ്ചസാരയുടെ മുകളിൽ കൂടെ, എന്തിൻ്റെ മുകളിൽ കൂടെ, ബെഡ്സ് ഓഫ് അനിമൽ ചാർക്കോളിൻ്റെ മുകളിൽ കൂടെയാണ് ആ സൊല്യൂഷൻ പാസ് ചെയ്യുക. അപ്പോൾ ആ യെല്ലോയിഷ് കളർ ആര് അബ്സോർബ് ചെയ്യും, അനിമൽ ചാർക്കോൾ അബ്സോർബ് ചെയ്യും. യു വിൽ ഗെറ്റ് വൈറ്റ് ക്രിസ്റ്റലൈൻ ഷുഗർ. അങ്ങനെയാണ് നമുക്ക് കിട്ടുക. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ റിമൂവൽ ഓഫ് കളറിംഗ് മാറ്റർ ഫ്രം സൊല്യൂഷൻ 4th ആപ്ലിക്കേഷനാണ്. 5th ഹെട്രോജീനിയസ് കറ്റാലിസിസ്. അതേക്കുറിച്ച് നമ്മൾ ഇനി പഠിക്കുമെന്നാണ് പറയുവാണ്. വെൻ റിയാക്ടൻസ് ആർ അബ്സോർബ്ഡ് ഓൺ സോളിഡ് കാറ്റലിസ്റ്റ്. ചില റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടാൻ ആ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ആ റിയാക്ഷൻ സോളിഡ് ആയിട്ടുള്ള കാറ്റലിസ്റ്റ് ആണെങ്കിൽ റിയാക്ടൻസ് എന്ത് ചെയ്യും, അതിൻ്റെ സർഫസിൽ അബ്സോർബ് ചെയ്യും. Reactants get absorbed on
സർഫസ് ഓഫ് സോളിഡ് കാറ്റലിസ്. അങ്ങനെ നടക്കുന്ന സോളിഡ് കാറ്റലിസിൻ്റെ സർഫസിൽ റിയാക്റ്റൻസ് അബ്സോർബ് ചെയ്ത ശേഷം നടക്കുന്ന റിയാക്ഷൻ്റെ റേറ്റ് ഹൈ ആയിരിക്കും. അപ്പോൾ റിയാക്ഷൻ റേറ്റ് ഹൈ ആക്കാൻ വേണ്ടിയിട്ട് എന്തുപയോഗിക്കാം? നമുക്ക് സോളിഡ് ആയിട്ടുള്ള കാറ്റലിസ്റ്റ് ഉപയോഗിക്കാം. അവിടെ എക്സാമ്പിളുകൾ പറയുന്നുണ്ട്. അമോണിയയുടെ പ്രൊഡക്ഷൻ പറയുന്നുണ്ട്. അമോണിയയുടെ പ്രൊഡക്ഷന് നമ്മൾ അയൺ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നു. സൾഫ്യൂരിക് ആസിഡ് പ്രൊഡക്ഷൻ ഹേബർ പ്രോസസ്സ് ഉപയോഗിക്കുമ്പോൾ കോണ്ടാക്ട് പ്രോസസ്സ്, ഹേബർ പ്രോസസ്സ് അമോണിയയാണ്. അപ്പോൾ കോണ്ടാക്ട് പ്രോസസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നിക്കൽ കാറ്റലിസ്റ്റ് ആണ്. അതൊക്കെ നമ്മൾ ഈ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 7th ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. എക്സാമ്പിളുകളാണ് കേട്ടോ. അപ്പോൾ സോളിഡ്സിൻ്റെ ആയ കാറ്റലിസ്റ്റിൻ്റെ മുകളിൽ നമ്മുടെ റിയാക്റ്റൻസ് അബ്സോർബ് ചെയ്ത് നടക്കുന്ന റിയാക്ഷൻ്റെ റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഹെട്രോജീനിയസ് കറ്റാലിസിസ് ഇസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് അബ്സോർപ്ഷൻ. ഇനി സെപ്പറേഷൻ ഓഫ് ഇനേർട്ട് ഗ്യാസസ്. ഇനേർട്ട് ഗ്യാസസ് അല്ലെങ്കിൽ നോബിൾ ഗ്യാസസ് നിങ്ങൾക്കറിയാം. അവരുടെ പ്രത്യേകത എന്താ? ദേ ആർ ഇനേർട്ട്. റിയാക്ഷനിൽ ഏർപ്പെടാൻ ഭയങ്കര മടിയാണ്, അലസവാതകങ്ങൾ എന്നാണ് മലയാളത്തിൽ പറയുക അല്ലേ. അപ്പോൾ അവരെ സെപ്പറേറ്റ് ചെയ്യാം, ഒരു കെമിക്കൽ റിയാക്ഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാൻ അത്ര എളുപ്പമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവരെ കോക്കനട്ട് ചാർക്കോൾ, നമ്മുടെ തേങ്ങയുടെ ചകിരി, അതിൻ്റെ തേങ്ങയുടെ ചാർക്കോൾ ഉണ്ടല്ലോ, അതിലുപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്? അബ്സോർബ് ചെയ്യുക. അപ്പോൾ അവർക്ക് ഡിഫറെൻറ്റ് അബ്സോർപ്ഷൻ റേറ്റ് ആണ്. നമുക്ക് കോക്കനട്ട് ചാർക്കോളിൽ ഡിഫറെൻറ്റ് അബ്സോർപ്ഷൻ റേറ്റ് ആണ് ഇനേർട്ട് ഗ്യാസസിൽ ഉണ്ടാവുക. ഇൻ ക്യൂറിങ് ഡിസീസസ് ആണ് 7th ആപ്ലിക്കേഷൻ. അതായത് ചില ഡ്രഗുകൾ, മരുന്നിന് കെമിസ്ട്രിയിൽ പറയുക മെഡിസിൻ എന്നല്ല പറയുക, ഡ്രഗ് എന്നാണ്. ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ചില ഡ്രഗുകളുടെ മുകളിൽ എന്ത് ചെയ്യുന്നു? ജേംസ് ഗെറ്റ് അബ്സോർബ്. അപ്പോൾ അവരെ നമുക്ക് റിമൂവ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ക്യൂറിങ് ഡിസീസിലും എന്തുപയോഗിക്കുന്നുണ്ട്? അബ്സോർപ്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. ആ പ്രൊഡക്ഷൻ ഓഫ് ഹൈ വോക്കം, ഗ്യാസ് മാസ്, കൺട്രോൾ ഓഫ് ഹ്യൂമിഡിറ്റി, റിമൂവൽ ഓഫ് coloring matter, heterogeneous catalysis, separation of inert gases and in curing diseases. ഇനി 8ലേക്ക് പോവാൻ ഫ്രൂട്ട് ഫ്ലോട്ടേഷൻ പ്രോസസ്. അത് നമ്മൾ കവർ ചെയ്യുന്ന ഒരു മുമ്പുള്ള ചാപ്റ്ററുകളിൽ വരുന്നതാണ്. മെറ്റലർജി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ വരുന്നതാണ് ഫ്രൂട്ട് ഫ്ലോട്ടേഷൻ പ്രോസസ്. ജസ്റ്റ് ഒന്ന് പറയുകയാണ്, നമ്മൾ അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. സൾഫൈഡ് ഓറുകൾ, സൾഫൈഡ് ഓറുകളുടെ ലോ ഗ്രേഡ് സൾഫൈഡ് ഓറാണെങ്കിൽ അതിൽ സിലിക്ക ഉണ്ടാവും. സിലിക്കിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൈനോലും ഫ്രൂട്ട് സ്റ്റെബിലൈസിങ് ഏജൻസും ആഡ് ചെയ്യും. അന്നേരം അവിടെ അബ്സോർപ്ഷനാണ് നടക്കുക. അതൊരു മെറ്റലർജിയിലുള്ള ആപ്ലിക്കേഷനാണ് ഫ്രൂട്ട് ഫ്ലോട്ടേഷൻ പ്രോസസ്. ലോ ഗ്രേഡ് ആയിട്ടുള്ള സൾഫൈഡ് ഓറുകളെ സിലിക്കയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പൈനോലും ആഡ് ചെയ്യും, പിന്നെ ഫ്രൂട്ട് സ്റ്റെബിലൈസിങ് ഏജൻസും ആഡ് ചെയ്യും. അവിടെ അബ്സോർപ്ഷനാണ്. കുറച്ച് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, അവിടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. നെക്സ്റ്റ് അബ്സോർപ്ഷൻ ഇൻഡിക്കേറ്റേഴ്സ്. ചില പ്രസിപ്പിറ്റേറ്റുകളുടെ പ്രത്യേകത, സിൽവർ ഹാലൈറ്റ്സ് ആണ് പ്രത്യേകിച്ച് പറയുക. അവരുടെ സർഫസിൽ ഡൈസ് അബ്സോർബ് ചെയ്യും. ഇയോസിനും ഫ്ലൂറസിനും പോലത്തെ ഡൈസ് അവരുടെ സർഫസിൽ അബ്സോർബ് ചെയ്യും. അപ്പോൾ ആ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എൻഡ് പോയിന്റ് മനസ്സിലാക്കാനായിട്ട് എന്ത് ഉപയോഗിക്കാം? ഈ ഡൈസിനെ നമുക്ക് ഉപയോഗിക്കാം. അതാണ് അബ്സോർപ്ഷൻ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അവസാനത്തത് ക്രോമറ്റോഗ്രാഫിക് അനാലിസിസ് ആണ്. ക്രോമറ്റോഗ്രാഫി ഈസ് ബേസ്ഡ് ഓൺ അബ്സോർപ്ഷൻ. ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് ഹാവ് ഡിഫറെൻറ്റ് അബ്സോർപ്ഷൻ റേറ്റ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. ക്രോമറ്റോഗ്രാഫിക് അനാലിസിസ്. ഈ 10 ആപ്ലിക്കേഷൻസ് ആണ് അബ്സോർപ്ഷൻ ഉള്ളത്. ഏതെങ്കിലും 4 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഴുതാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒന്നിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എടുക്കാം. ഇതൊന്നും നന്നായിട്ട് നോക്കി പോകണം. ഈ ഇക്വേഷൻ വേണം. അബ്സോർപ്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് അബ്സോർപ്ഷൻ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ബാക്കി നമുക്ക് അടുത്ത